ഇനി അടുത്ത ലിസ്റ്റിൽ ഇതിന്റെ അടുത്ത് എന്തെങ്കിലും മൈൻഡിലുണ്ടോ? കുതിരയൊക്കെ ഉണ്ട്. ഇനി ആനയും കൂടെ ഉള്ളു. ഇല്ല കുതിര കുതിരയും കാളയൊക്കെ ഏകദേശം സെയിം റേഞ്ച് നടക്കൂല അല്ലേ? ആനയെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഹോഴ്സും ബുള്ളും ഒക്കെ ഏകദേശം സെയിം റേഞ്ച് തന്നെ, എനർജി ഒക്കെ സെയിം. അത് തന്നെ നമുക്ക് വളർത്താൻ. ഇപ്പം ആനയാണെങ്കിൽ ആന പാപ്പാൻ മറ്റേ ലൈസൻസ് പാപ്പാൻ വേണം, അവന് നമ്മളെ ചെലവ് കൊടുക്കണം. അതൊന്നും ഇതൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ പരീക്ഷിക്കില്ലായിരുന്നു അർജുൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ. കാരണം ഞാൻ അത്രയ്ക്ക് ഭയങ്കര ഒരു എന്താ എനർജി കാണിക്കാൻ പറ്റുന്ന ഒരു ആൽഫ ഒരു ടൈപ്പ് ഒന്നും അല്ല. ഡോമിനേഷൻ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റിയാലേ ഇതിനൊക്കെ ഒരു കൺട്രോളിൽ നിർത്താൻ പറ്റുള്ളൂ. അത് അർജുൻ ചേട്ടനെ കൊണ്ടേ പറ്റൂ. എനിക്കൊന്ന് കേരളത്തിലെ തന്നെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കപ്പിൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കേരള പെറ്റ് ഫാം അവർ അല്ലേ? അതെ, ആരാ? കേരള പെറ്റ് ഫാം രഞ്ജിത്തും സൂതിയൊക്കെ ഭയങ്കര ഇതായിട്ടാണ് വളർത്തുന്നത്. അതെ അതെ അതെ, നമ്മൾ വളരെ നമ്മളെക്കാളും വളരെ പ്രൊഫഷണലാണ് അവർ. പിന്നെ അവർക്ക് ഇഷ്ടം പോലെ സ്ഥലം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്.